നമസ്കാരം. പതിറ്റാണ്ടുകളായി നമ്മൾ സ്വപ്നം കണ്ട ആറുവരിപ്പാത യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ നോക്കുകയാണ് സംസ്ഥാന സർക്കാർ. വികസനം വരുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നത് പണ്ടേയുള്ള തത്വമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള അടങ്ങാത്ത രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി നാടിന്റെ പുരോഗതിയെ തന്നെ കുരുതി കൊടുക്കുന്ന വിചിത്രമായ കാഴ്ചയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ഒരു ദേശീയ പദ്ധതി നാടിന് സമർപ്പിക്കുമ്പോൾ അതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായ നിമിഷമാണ്. എന്നാൽ ആ ചടങ്ങിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനും പകരം CPM-ന്റെ നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്താനും തീരുമാനിച്ച പിണറായി സർക്കാരിന്റെ നടപടി ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. കേന്ദ്രം പണം മുടക്കി കേന്ദ്ര ഏജൻസിയായ NHAI പണിതീർത്ത റോഡിന് സംസ്ഥാന സർക്കാർ എന്തിനാണ് വേറെ ഉദ്ഘാടനം നടത്തുന്നത്? ഇത് വെറും ക്രെഡിറ്റ് അടിച്ചുമാറ്റാനുള്ള നീക്കമല്ലേ? വികസനത്തിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ പ്രതികരിക്കാൻ ഒരു സർക്കാരിന് എങ്ങനെ കഴിയുന്നു എന്നതാണ് അത്ഭുതം. കേരളത്തിന്റെ വികസനം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. കേന്ദ്രവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം എന്തിനും ഏതിനും മുടക്കിട്ട് നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. കേന്ദ്രം നൽകുന്ന ഓരോ പദ്ധതിയും കേരളത്തിൻ്റെതാണെന്ന് വരുത്തി തീർക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു. നടന്നില്ലെങ്കിൽ അതിനെ അങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പാണ് വികസനത്തെ മൂക്കും കുത്തി വീഴ്ത്തുന്നത്. ദേശീയപാതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ച ഇച്ഛാശക്തിയാണ് ഇന്ന് ഈ പദ്ധതി ഇത്ര വേഗത്തിൽ പൂർത്തിയാകാൻ കാരണം. എന്നാൽ അതിന്റെ പണി പൂർത്തിയാകുമ്പോൾ അതിൽ കല്ലുകടി ഉണ്ടാക്കാൻ നോക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ടത് വികസന പദ്ധതികളിലല്ല, അത് തിരഞ്ഞെടുപ്പ് ഗോതയിലാണ് കാണിക്കേണ്ടത്. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിൽ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. BJP വിരോധവും മോദി സർക്കാർ വിരോധവും വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന വിരുദ്ധ നടപടികൾക്ക് മൗനാനുവാദം നൽകിക്കൊണ്ട് പ്രതിപക്ഷവും ഒപ്പം കൂടെ നിൽക്കുകയാണ്. കേന്ദ്രവുമായി ഏറ്റുമുട്ടി കേരള വികസനത്തെ തകർക്കാനാണ് ഇരു മുന്നണികളും ഇപ്പോൾ മത്സരിക്കുന്നത്. ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാണ്. കേന്ദ്രവുമായി സഹകരിച്ച് സംസ്ഥാനത്തിന് അർഹമായത് നേടിക്കൊടുക്കേണ്ട ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വരണമെന്ന ആവശ്യത്തിന് ഇതോടെ കൂടുതൽ കരുത്ത് പകരുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസിനെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന പരാതിയുമായി രാജ്യസഭയിൽ നോട്ടീസ് നൽകാനൊരുങ്ങുന്ന CPM MP-മാരുടെ നടപടി ശരിക്കും സ്വയം കുഴിതോണ്ടുന്ന ഒന്നാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ പ്രോട്ടോകോൾ ചട്ടങ്ങളുണ്ട്. രാജ്യസഭയിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ ആ പ്രോട്ടോകോൾ എന്താണെന്ന് കേന്ദ്രം വിശദീകരിക്കും. അതോടെ സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിമാരുടെയും രോഷപ്രകടനങ്ങൾ എത്രത്തോളം പൊള്ളയാണെന്ന് ലോകമറിയും. ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുകയും അതേസമയം തന്നെ പ്രോട്ടോകോൾ ലംഘനം ആരോപിച്ച് നോട്ടീസ് നൽകുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റമാണ്. കേരളം ഇന്ന് കടന്നു പോകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നാൽ രാഷ്ട്രീയ വിരോധം മൂലം ഓരോ കേന്ദ്ര പദ്ധതിയെയും എതിർക്കുന്ന ശൈലി കേരളത്തെ വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുന്നത്. കേരളത്തിന് വേണ്ടത് വികസനമാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ ഈ വെറും വാശിയല്ല. കേന്ദ്രവുമായി കൈകോർത്ത് നിൽക്കുന്ന നാടിന്റെ നന്മ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു പുതിയ ഭരണ സംസ്കാരം ഇവിടെ ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.